ശേഷം അക്രമ സംഭവങ്ങൾ ഉണ്ടാക്കുക, ഏതെങ്കിലും നിലയ്ക്കുള്ള കലാപം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിന്റെ പുറത്തായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഒരു അക്രമവും ഉണ്ടാകരുത് എന്നുള്ള തികഞ്ഞ ബോധ്യം ഞങ്ങൾക്ക് ഈ സമരത്തിന്റെ ആരംഭഘട്ടം മുതലുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ അത്തരത്തിൽ അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ള സ്ക്രിപ്റ്റിന്റെ ഭാഗമാകുന്നതിന് വേണ്ടി, ആ സ്ക്രിപ്റ്റിൽ അഭിനയിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള തീരുമാനം എടുത്തത്. സ്വാഭാവികമായും അവിടെ അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലൊരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായില്ല. ഇന്നലെ നമുക്കറിയാം, ഇന്നലെ രാജ്ഭവൻ പുറത്തിറക്കിയ പത്രക്കുറിപ്പിനകത്ത് തന്നെ അവർ പറഞ്ഞത് കേരളത്തിനകത്ത് മുഴുവൻ ക്രമസമാധാന പ്രശ്നമുണ്ട് എന്നതൊക്കെ പറഞ്ഞ ആൾക്ക് സ്വാഭാവികമായും ബോധ്യപ്പെട്ടിട്ടുണ്ടാകും കേരളത്തിനകത്തുള്ള സമാധാന അന്തരീക്ഷത്തെ സംബന്ധിച്ച്. സെമിനാർ ഹാളിൽ നിന്ന് ഗവർണർ ഇറങ്ങി വരികയാണ്. PM ഷോ SFI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഗവർണർ പ്രകോപനം ഉണ്ടാക്കാനായിരുന്നു, അതുവഴി അക്രമ സംഭവങ്ങളിലേക്ക് നയിക്കാനായിരുന്നു ഗവർണറുടെ നീക്കമെങ്കിൽ ആ സ്ക്രിപ്റ്റിലേക്ക് എന്തായാലും SFI വീഴുന്നില്ല എന്ന് പറയുകയാണ്. സമാധാനപരമായി പ്രതിഷേധിക്കലാണ് SFIയുടെ തീരുമാനം എന്ന് പറയുകയാണ്. രണ്ടാമത് അദ്ദേഹം കാണിച്ച ഷോ വർക്കിന്റെ ഭാഗമായി അവിടെ അദ്ദേഹത്തിന്റെ ചാർട്ടിനകത്ത്, അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ചാർട്ടിനകത്ത് എവിടെയും ഉണ്ടായിരുന്നില്ല അത്തരത്തിലൊരു യാത്ര. ഇവിടെ നിന്ന് അദ്ദേഹം പുറപ്പെടുന്ന ഘട്ടത്തിൽ സുരക്ഷാ ചുമതല ഉണ്ടായിരുന്ന പോലീസുകാർക്ക് പോലും അറിയില്ല എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, എങ്ങോട്ടാണ് അദ്ദേഹം പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച്. ആ നിലയിൽ എല്ലാ പ്രോട്ടോകോളുകളും നിശ്ചയിച്ചിരുന്ന പ്രോഗ്രാം ചാർട്ട് അടക്കം മാറ്റിമറിച്ച് പെട്ടെന്ന് മിഠായി തെരുവ്. If you want me to reply to whatever you ask, yes. The one question is that Yes. the Vice Chancellor has not attended the function. Is this official? Or do you think that How 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.